പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കുമെതിരായ ഓഹരി കുംഭകോണ ആരോപണത്തിൽ ജെപിസിയുടെയും സെബിയുടെയും അന്വേഷണം ആവശ്യപ്പെടാൻ പ്രതിപക്ഷം. വരുന്ന പാർലമെന്റ് സമ്മേളനകാലത്ത് സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രതിഷേധം ഇന്ത്യ സഖ്യം ഉയർത്തും. എന്നാൽ ആരോപണം പൂർണ്ണമായി തള്ളി ബിജെപി രംഗത്തു വന്നു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും മുമ്പ് ബിജെപിയെ പിടിച്ചുകുലുക്കുകയാണ് ഓഹരി കുംഭകോണം. വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ 30 ലക്ഷം കോടി രൂപ ചില്ലറ നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടുവെന്നാണ് ഗുരുതര ആരോപണം. രാജ്യത്ത് ഓഹരി കുംഭകോണം ഇതാദ്യമല്ല. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഓഹരി കുംഭകോണത്തിലൂടെ നടത്തിയിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷ ആരോപണം. 1992 ഹർഷത് മേത്ത കുംഭകോണവും 2001 വാജ്പേയിയുടെ കാലത്തെ ഓഹരി വിപണി തട്ടിപ്പും ജെപിസി അന്വേഷിച്ചിരുന്നു. എന്നാൽ വ്യാജ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ ഓഹരി വിപണിയിൽ 30 ലക്ഷം കോടി രൂപയുടെ കുംഭകോണം നടത്തി രാജ്യത്തെ 5 കോടി ചെറുകിട നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തതിൽ പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും നേരിട്ട് പങ്കുണ്ടെന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. വോട്ട് എണ്ണിയ ശേഷം 18,109 കോടിയുടെ വിദേശ നിക്ഷേപം ഓഹരി വിപണിയിൽ നിന്ന് പിൻവലിക്കപ്പെട്ടു. സെൻസെക്സ് ഇടിഞ്ഞത് 6%. തെരഞ്ഞെടുപ്പ് ഫലം വന്ന ജൂൺ 4 മാത്രം 12,436 കോടി രൂപ പിൻവലിക്കപ്പെട്ടുവെന്നാണ് കണക്കുകൾ. ജെപിസി അന്വേഷണം നടത്തണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതിന് പിന്നാലെ വിഷയം ഇന്ത്യ സഖ്യം ഏറ്റെടുക്കുകയാണ്. വരുന്ന പാർലമെന്റ് സമ്മേളനങ്ങളിലടക്കം പ്രതിഷേധിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. എക്സിറ്റ് പോളുകളുടെ ആധികാരികത തന്നെ ചോദ്യം ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം ബിജെപിക്കുണ്ടാക്കിയ ക്ഷതം മാറും മുമ്പാണ് ഓഹരി കുംഭകോണ ആരോപണവും ഉയരുന്നത്. എക്സിറ്റ് പോളിന്റെ തലേദിവസം മുതൽ ഓഹരിയിലുണ്ടായ കുതിപ്പും തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്നുണ്ടായ തകർച്ചയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യം സെബിയെയും സമീപിച്ചേക്കും. കൈരളി ന്യൂസ്, ദില്ലി.